കൂട്ടുകാരെ, നമ്മുടെ ഗീതാ ഗോവിന്ദം നമ്മൾ പ്രേക്ഷകർക്ക് കരയിപ്പിക്കുന്ന ഒരു എപ്പിസോഡാട്ടോ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രിയമോളുടെ ആ ഒരു ഓപ്പറേഷൻ ജീവിതത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ഓപ്പറേഷനിലേക്ക് നമ്മുടെ പ്രിയമോളെ കയറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദന് നമ്മുടെ പ്രിയമോളുടെ ആ ഒരു സ്വർണ്ണമൊക്കെ കൊടുക്കുകയും ലാസ്റ്റ് നമ്മുടെ ഗോവിന്ദ ആ ഒരു താലിയും കമ്മലൊക്കെ പിടിച്ച് ആ ഒരു പ്രിയമോളുടെ പഴയ ഓർമ്മകളിലൊക്കെ പോകുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ ഗീതുവായിരിക്കും ഐസിയുവിൻ്റെ പുറത്തിരിക്കുന്നത് നമ്മുടെ പ്രിയമോളുടെ. അപ്പോൾ അവിടെ വിനോദ് വരുന്നുണ്ട്. വിനോദ് പറയുന്നുണ്ട്, എനിക്ക് അവളെ കാണണം, എനിക്ക് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ അവൾ പോവുകയാണെങ്കിൽ ഞാനും ഈ ലോകത്ത് നിന്ന് അവളുടെ പുറകെ തന്നെ വിട വാങ്ങും, ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മതിലിട്ട് തലയൊക്കെ അടിച്ച് ഭയങ്കര സീനൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിനോദിനോട് നമ്മുടെ ഗീതു ആദ്യം കുറേ ദേഷ്യപ്പെടും, നീ ഇവിടെ ഇറങ്ങിപ്പോ, നിന്നെ ഗോവിന്ദേട്ടൻ കണ്ടാൽ വെച്ചേക്കില്ല എന്നൊക്കെ പറയുന്നതിന് ശേഷം നമ്മുടെ വിനോദിൻ്റെ ആ ഒരു സങ്കടം കണ്ടിട്ട് നമ്മുടെ ഗീതു തന്നെ നമ്മുടെ വിനോദിനെ പ്രിയയുടെ അടുത്തേക്ക് കൊണ്ടുവരികയും പ്രിയയുടെ അടുത്ത് കയറി കാണിക്കുകയും ശേഷം നമ്മുടെ വിനോദം പ്രിയയുടെ കാല് പിടിച്ച് കുറേ മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പ്രിയ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, എന്നാലും നമ്മുടെ വിനോദ് കാല് പിടിച്ച് കുറേ മാപ്പ് പറയും കരയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷമാണ് നമ്മുടെ ഗോവിന്ദ് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മുടെ ഐസിയിൽ. അപ്പം നമ്മുടെ നേഴ്സ് പറയും, ഗീതു ഐസിയിൽ നമ്മുടെ പ്രിയമോളുടെ അടുത്ത് ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ രേഖ പറയുന്ന ഗോവിന്ദേട്ടനും കൂടി ചെല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രിയമോളോട് പറ, അവൾ കേട്ടോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേഖ നമ്മുടെ ഗോവിന്ദൻ ഐസിയുടെ ഉള്ളിലേക്ക് വിടുകയാണ്. നമ്മുടെ വിനോദ് അവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം പക്ഷെ ആർക്കും അറിയില്ല. ശേഷം നമ്മുടെ ഗോവിന്ദ് ഐസിയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രിയമോളുടെ അരികെ നമ്മുടെ വിനോദിനെ കാണുമ്പോൾ നിയന്ത്രണം വിട്ട് ഐസിയു ആണെന്ന് പോലും നോക്കാതെ ആ ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന തങ്ങളുടെ പെങ്ങളുടെ മുന്നിൽ വെച്ചാണെന്ന് പോലും ഓർക്കാതെ നമ്മുടെ വിനോദിനെ തള്ളി എന്താ പറയുക പരിപ്പുളക്കുമായിട്ട് ഭയങ്കര ചവിട്ടും തോണിയും ഐസിയുവിനെ പുറത്തോട്ട് വിളിച്ചിറക്കി അവിടെ വെച്ചും തള്ളി ഇടി ചവിട്ടോട് ചവിട്ടാണ്. ലാസ്റ്റ് നമ്മുടെ ഗീതു എന്താ പറയുക കണ്ണേട്ടനെ മാറ്റി, അതായത് ഗോവിന്ദിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി പറയുന്നുണ്ട്, ഇനി ഇവനെ തൊടുകയാണെങ്കിൽ എൻ്റെ ശവം ഇവിടെ വീഴണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗീതുവും ഗോവിന്ദും തമ്മിലൊരു കട്ടക്കലിപ്പ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇതാകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഇവൻ എൻ്റെ കൂടപ്പറപ്പാണ്, എൻ്റെ ചോരയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദും പറയുന്നുണ്ട്, ഉള്ളിൽ കിടക്കുന്നത് എൻ്റെയും ചോരയാടി എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലും ഒരു വാക്ക് തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര തല്ലും പിടിയും സീനും ആ ഒരു ഡയലോഗൊക്കെ നമ്മളെ കരയിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെ കേട്ടോ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. ലാസ്റ്റ് വിനോദ് ഇങ്ങനെ ഗോവിന്ദിൻ്റെ കാലയ്ക്ക് പിടിച്ച് മാപ്പ് പറയുന്നുണ്ടെങ്കിലും ഗോവിന്ദന് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശേഷം രാധികാമ്മയും ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഗീതുവിനെ ഈ ഒരു പേരിൽ അവിടെ നിന്നും ഇറക്കാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്ന രാധികാമ്മയുമായിട്ട് നമുക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ പ്രിയ ജീവിതത്തിലേക്ക് തിരികെ വരുമോ. ജീവിതത്തിലേക്ക് വന്നാൽ തന്നെ കോമ സ്റ്റേജിലായിരിക്കുമെന്നാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഒരു കോമയിൽ നിന്നും അവളെ ജീവിതത്തിലേക്ക് പഴയൊരു ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ നമ്മുടെ ഗീതുവിനെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതിലായിരിക്കും. ഗുഡ് ബൈ.